നമസ്കാരം. നമ്മുടെ കുരുമുളകിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജിത്ത് പോലെയോളപ്പിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണതേ നമ്മുടെ തോട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്നതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആയ ഒരു കേടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കേട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ തരം മരുന്നുകൾ ചെയ്തിട്ടും എങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടും നമുക്ക് ഈ ഒരു കേടിനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കരുത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ കേട് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന് എന്താണോ പരിഹാരം എന്ന് അറിയുന്ന ആൾക്കാർ ദയവ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേണം. ഇനി ഇതുപോലെ പ്രോബ്ലംസ് അനുഭവിക്കുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു അനുഗ്രഹം കൂടി ആവട്ടെ. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഈ ചെടിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമാണ്. ഇത് ആദ്യമൊക്കെ നല്ല രീതിയിൽ വളർന്നു, നല്ല ഇലയൊക്കെ നല്ല കരുത്തിൽ വന്നൊരു ചെടിയാണ് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഇത് കാണുന്ന പോലെ ഈ ഇല ഇങ്ങനെ കരിച്ചിൽ വരും, പഴുത്ത് കരിച്ചിൽ വരും. അങ്ങനെ ഈ ഇല ഫുള്ളായിട്ട് കുരുടിക്കുകയാണ്. കുരുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായി പോവാണ് കണ്ട. അപ്പോൾ ഈ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ ചെറുതായി ഇല നമുക്ക് ഒടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പൊടിച്ചെടുക്കാം. കരുത്തുള്ള ഒരു കുരുമുളകിൻ്റെയും ഇല ഇതുപോലെ പൊടിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയണത്. അത് കഴിഞ്ഞാൽ ഈ ഇലയ്ക്ക് മഞ്ഞപ്പ് കയറും. പിന്നെ ഇതിൻ്റെ പുതിയത് വരുന്ന തളിര് കണ്ട, ഈ ഇല വലുതാവില്ല, ഇതുപോലെ തന്നെ ചെറുതായിട്ട് നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഇടയെന്ന് ഈ ചെടികളുടെയൊക്കെ തണ്ടുമെന്ന് കാണാം. ഈ തണ്ടുമെന്നൊക്കെ ഇല കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ചില ഭാഗത്തൊന്നും ഇലയില്ല കണ്ട, ഇതിവിടെ ഒന്നും ഇല തന്നെ കാണാനില്ല. അപ്പോൾ അങ്ങനെ ഇല കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഈ ചെടിയുടെ ഒരു മെയിൻ പ്രോബ്ലം. പിന്നെ ഈ ചെടിക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഈ തണ്ടുകൾ ഒടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങിയ കമ്പ് ഒടിയണ പോലെ നമുക്കിത് ഒടിച്ച് കയ്യിലെടുക്കാം കണ്ട. ഉണങ്ങിയ കമ്പുകൾ, അതായത് മുരിങ്ങക്കോലൊക്കെ ഒടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടില്ല, അതുപോലെ നമുക്ക് കയ്യിൽ കിട്ടും. ഇത് കേട് വന്ന തണ്ടുകളാണെങ്കിൽ കേട്ടോ. മുരിങ്ങക്കോല ഒടിയണ പോലെ ഒടിയും കേട്ടോ ഈ കേടുള്ള ചെടിയാണെങ്കിൽ കണ്ട. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത്, എന്തായാലും ഈ ഒരു ചെടി നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ച് കളയാൻ തന്നെ തീരുമാനിച്ചു. ഇത് പറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വേരിന് എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയണം. വേരിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഈ ചെടി വളരാത്തതും പ്രശ്നങ്ങൾ ഉണ്ടാവണോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒന്ന് പറിക്കാൻ പോവാണ്. എന്താവുമെന്ന് അറിയില്ല, വേരോട് കൂടെ കിട്ടുമോ, അത് വേര് പൊട്ടിപ്പോരും ഒന്നും നമുക്കറിയില്ല. യെസ്, ഒരടിയുടെ മേളിൽ നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടോളം മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണിത്. ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗമൊക്കെ മഞ്ഞ കളറിലാണ് കാണുന്നത്. മണ്ണിൻ്റെ അടിയിൽ നിന്ന് മേളിലേക്ക് വന്ന ഭാഗം നമുക്ക് പച്ച കളറിൽ ആരോഗ്യത്തോടെ കൂടിയുള്ള തണ്ട് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഈ വന്നിരിക്കുന്ന ഇലകൾക്കാണ് ഈ കേട് വന്നിരിക്കുന്നത്. അപ്പോൾ വേര് കണ്ട, ഈ വേര് ഇത്രയേ ഉള്ളൂ. വേര് അധികം വന്നിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ വേരിന് എന്തോ കേട് സംഭവിക്കാനായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനി ഇതിൻ്റെ കടഭാഗം ഒന്ന് ഒടിച്ചു നോക്കാം കേട്ടോ. കണ്ട, കടഭാഗവും ഒടിച്ചാൽ സിമ്പിളായിട്ട് നമുക്കിത് ഒടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു ഉണക്കം പിടിച്ചൊരു രീതിയിലാണ് ഇരിക്കുന്നത് കണ്ട. ഇത് നമുക്ക് നല്ല ചെടിയുടെ ആണെങ്കിൽ ഇതിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നല്ലൊരു ചെടിയിൽ അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചെടിയാണ്, നല്ലപോലെ വളർന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മളൊന്ന് ഒടിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഒടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ഇത് കണ്ട, ഈ തണ്ട് നമുക്ക് ഇതുപോലെ ഒടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ മറ്റേ കേടുള്ളതിൻ്റെ തണ്ടാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഒടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നമുക്ക് ഈ തണ്ട് ഇതിൽ നിന്ന് ഒടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ മാക്സിമം ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ദയവ് ഇത് കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇതിനെക്കുറിച്ച് അറിവുള്ളവർ, ഈ ഒരു രോഗത്തെക്കുറിച്ച് മുന്നേ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരും, 2 പേരോടാണ് പറയുന്നത്. ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത് നിങ്ങൾ ദയവ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്താ കാരണം വെച്ചാൽ ഇതുപോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന എത്ര പേര് ഈ കുരുമുളക് കൃഷിക്കാരിലുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ ഇതൊരു ഓപ്പൺ സംവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കമൻറ്റിൽ രേഖപ്പെടുത്താമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾ മാക്സിമം കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ട്, എനിക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് ചെടികൾ ഇനിയും ഒരുപാട് ഇല്ല, ഇപ്പോൾ പുതിയത് നട്ടേലോ ഇനി 2-3 ഉള്ളൂ ഇനി ഇങ്ങനത്തെ ഒരു കേടുള്ളത്. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല കരുത്ത് വന്നിട്ടുണ്ട്, നമ്മളതിൽ റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു. പക്ഷേ ഇത് നമ്മൾ ഈ കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടും ഒരു റിക്കവറി ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണവരുണ്ടെങ്കിൽ ദയവ് വീഡിയോയിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം എന്താ കാരണം വെച്ചാൽ
ഇതിനെക്കുറിച്ച് മുൻപും അനുഭവമുള്ളവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം ആയിക്കോട്ടെ. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ എത്തിച്ച് സഹകരിക്കണമെന്ന് ദയവീത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.